ഹലോ, ഞാൻ അമൃത. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ എന്നെ എന്തിനാണ് ഈ ചെടിയൊക്കെ കാണിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ കുറേ ബോക്സും എല്ലാം വെച്ചിട്ട് കുറേ ചെടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പൂനെയിൽ നിന്നുമാണ്, കേരളത്തിൽ നിന്നുമാണ്. നിങ്ങൾക്ക് എൻ്റെ തമ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇവിടെ പൂനെയിലൊരു വിഷു ആഘോഷിക്കാൻ പോവുക. അപ്പോൾ നമ്മുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണിക്കൊന്ന എടുത്തിട്ട് വരിക. ഞാൻ 2-3 സ്പോട്ടൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്, നമുക്ക് പോവാം. പിന്നെ ആ മുൻപിൽ പോകുന്ന ആ ഷോ കാണിച്ചു പോകുന്ന വ്യക്തി അതെൻ്റെ ഭർത്താവാണ്, എൻ്റെ ഒരേ ഒരു ഭർത്താവ്. ഇനി ഈ സ്ഥലത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഞാനിവിടെ 2023 ഡിസംബറിലാണ് വരുന്നത്. ഇത്രയും വൃത്തികെട്ട സ്ഥലം, ഒന്നാമത് വീട്ടുകാരെ വിട്ടിട്ട് വന്ന സങ്കടം, പിന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പൊടിയും അത്രയും വൃത്തിയുടെ സ്ഥലമായിരുന്നു. ഞാൻ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാമെന്നടക്കം ആലോചിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ സൂപ്പറാണ്. ഇവിടെ ഫുൾ കൺസ്ട്രക്ഷൻ. മുന്നേ ഞാൻ വന്ന സമയത്ത് ഇവിടെ മൊത്തം കൺസ്ട്രക്ഷനും ഫുൾ പൊടിയും ആകെ ഫുൾ ഭയങ്കര വൃത്തികേടായിരുന്നു. എനിക്ക് എങ്ങനെയാണ് ആ സ്ഥലത്തിനെ ഞാൻ എക്സ്പ്രസ് ചെയ്ത് പുറത്തേക്ക് തരിക എന്നറിയില്ല. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. ഞാനിങ്ങനെ എപ്പോഴും പറയരുത്, നമുക്ക് നമ്മുടെ നാടും വീടും എല്ലായിട്ടും നമുക്ക് തിരിച്ചു പോവാ ഇതന്നെയായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കിവിടെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിഡ്സിനൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇതൊരു ഫോറസ്റ്റാണ്. ഈ കോർപ്പറേറ്റിലൊക്കെ പണിയെടുത്ത് കണ്ണൊക്കെ മരവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വൈകിട്ടോ രാവിലെയൊക്കെ വന്ന് കുറച്ച് റിലാക്സ് ചെയ്യാനും നടക്കാനും ഒക്കെ നല്ല സൂപ്പർ സ്ഥലമാണ്. പിന്നെ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ആ സൂം ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടോ? അതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പിന്നെന്താ, ഇനി ഞാൻ നടക്കുന്ന സ്ഥലത്ത് ഓടുന്ന സ്പീഡിൽ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. പെട്ടെന്ന് പോക്കോ, ഓടിക്കോ. അങ്ങനെ നമ്മൾ ഇനി കണിക്കൊന്ന എടുക്കാൻ പോവാണ്. ഇനി നമ്മൾ കണിക്കൊന്നയാണ് നമ്മുടെ അടുത്ത സ്പോട്ട്. ദൂരെ കാണാൻ പറ്റും ഒരു അംബേദ്കറിൻ്റെ ഫോട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ April 14 അംബേദ്കർ ജയന്തി, അങ്ങനെ കുറേ സെലിബ്രേഷനാണ്. ഇവിടെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവർ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണ ആൾക്കാർ. അപ്പോൾ ഈ സൊസൈറ്റിയിൽ നമുക്കിവിടെ ഫംഗ്ഷൻ എന്തൊക്കെയുണ്ട്, അപ്പോൾ അതിന് വേണ്ടി അവർ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബാനറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വഴി കൂടെ കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. പിന്നെ റോഡ് മൊത്തം പൊടിയും വെയിലും ചൂട് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ചൂടാണ് ചൂട്. നാട്ടിലത്തെ ചൂടും ചൂടാണ്, പക്ഷെ ഇവിടുത്തെ ചൂടും ചൂടാണ്. അങ്ങനെ നമ്മൾ കണിക്കൊന്ന തേടി പോകുന്നു. മാനത്ത് നോക്കി പോകുന്നു. പോയി കുറേ ആൾക്കാർ അതിനെ നടക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സാധനത്തിനെ കാണിച്ചു തരാം. കണ്ടു കണിക്കൊന്ന കണ്ടിരിക്കുന്നു ഞാൻ. പക്ഷെ അത് നമുക്ക് വലിക്കാൻ പറ്റില്ല. ഒന്നാമത് അമിതാഭ് ബച്ചൻ്റെ ഹൈറ്റൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെയും ഞങ്ങൾ വിചാരിച്ചു മുന്നോട്ട് പോയി തിരയാമെന്ന്. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടരുന്നു കണിക്കൊന്ന തേടി. അവസാനം ഒരു സ്ഥലത്ത് എത്തി കണിക്കൊന്ന വലിക്കാൻ. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളെ കയറ്റി വിടില്ല, നോ എൻട്രി. അവസാനം ഭാഷ അറിയാത്ത ഞങ്ങൾ സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് ഊമകളെ പോലെ ആക്ഷൻ കാണിച്ച് ആ ചേട്ടൻ അവസാനം പറഞ്ഞു ഞാൻ പോയി വലിച്ചു തരാം. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി കണിക്കൊന്നയുമായി വരുന്ന സെക്യൂരിറ്റി ചേട്ടനാണത്. വരൂ ചേട്ടാ, വരൂ, പെട്ടെന്ന് വരൂ, തരൂ. അങ്ങനെ അതും മേടിച്ച് അപ്പം ഇത്തിരി സന്തോഷമൊക്കെ ആയി, കുറേ മഞ്ഞ കളറൊക്കെ കണ്ടപ്പോൾ. പിന്നെ അതൊക്കെ കൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി പർച്ചേസിങ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് പൂനെയിൽ വന്നതിന് ശേഷം ഈ മാർക്കറ്റിൽ വരണേ. എപ്പോഴും കാണും. ഒന്നാമത്തെ കാര്യം, ആ സ്ഥലം വാഗോളി എന്നാണ് പറയുക. തിരക്ക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ബ്ലോക്കുള്ള സ്ഥലമാണ്. പിന്നെ ഇന്നലെ ഞങ്ങൾ വിചാരിച്ചു കുഴപ്പമില്ല, നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ മാർക്കറ്റിൽ ഇറങ്ങി. ഏകദേശം നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടും. കുറേ പാത്രങ്ങൾ, പച്ചക്കറികൾ, പിന്നെ എന്താ പറയുക, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എന്തൊക്കെയോ അവരുടെയും കുറേ പൊടികളൊക്കെ ഉണ്ട്, എനിക്കതൊന്നും അറിയില്ല. അങ്ങനെ ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വള, മാല, ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ്, ചപ്പൽ, പിന്നെ ഈ
ചെരുപ്പിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് അവൾ, ഭയങ്കര ചീപ്പ് റേറ്റ്, 200 രൂപയ്ക്കൊക്കെ. ഇപ്പോൾ ഫാൻസി ആയിട്ടൊക്കെ നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാനൊക്കെ പറ്റും. പിന്നെ ഞാനും കുറച്ച് നേരം അവിടുത്തെ കളറും ആ ഡിസൈനൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരുന്നു. പിന്നെ അയാളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കണമല്ലോ, കുറേ നേരം നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ വിളിച്ചു കുറച്ച് നേരം, ഭാഷ അറിയില്ല, ഭയ്യ ഭയ്യ എന്നൊക്കെ വിളിച്ച് ഭയ്യ വന്ന അവസാനം എനിക്കൊരു ഷൂ എടുത്ത് തന്നു. പിന്നെ അതും വെച്ച് വേണ്ടാന്ന് വെച്ചു. അടുത്ത സ്പോട്ടിലേക്ക് വന്നു സാരി നോക്കാൻ. അവിടെയും ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ കുറേ കളറ് നോക്കി ആ പുള്ളിക്കാരനെ എല്ലാം വലിച്ചു വാരി ഇടിപ്പിച്ച്. പിന്നെ അപ്പുറത്ത് കുറച്ച് ആൾക്കാർ സീരിയസ് ആയിരുന്നു ഡ്രസ്സ് നോക്കുന്നുണ്ട്, ഐ മീൻ സാരി. ഞാനും പിന്നെ കുറച്ച് കളറൊക്കെ ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സിൽക്ക് വേണം ഈ സിൽക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ആൾ ഓരോന്നൊക്കെ ഇട്ടുതരും. പിന്നെ എനിക്ക് കുറേ ഓറഞ്ച് കളറൊക്കെ എടുത്തുന്നു. അപ്പം ഞാൻ അമ്മയെ വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ അമ്മയ്ക്ക് ഓറഞ്ച് കളറൊക്കെ എടുത്ത് അയച്ചു തരാം, അമ്മയ്ക്ക് നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിലെനിക്ക് ഇത്രയും കൂടെ ഇഷ്ടമായ ഒരു കളറ് ഈ ഒരു പർപ്പിൾ വയലറ്റ് പോലത്തെ കളറാണ്. പിന്നെ ആ സാരിയും പിടിച്ച് കുറച്ച് നേരം നിന്നു, അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത് ഇതെടുക്കട്ടെ, അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് ഈ വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചിക്കു ചേട്ടനാണ്, അതായത് എൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ അവിടുന്ന് ഞാൻ പ്ലാനൊക്കെ ഉപേക്ഷിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഒന്ന് നിവർത്തിയും കൂടെ കാണിച്ചു തരാം, എന്തായാലും എടുത്തല്ലോ. അപ്പം എനിക്കത് ഫുള്ളായിട്ട് കാണണമായിരുന്നു, എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കാൻ. എന്നിട്ട് ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യും ഞാനിതെടുത്ത് എങ്ങനെ ഉണ്ടാകുന്നു. എല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെയും വീട്ടിൽ വന്നു. പക്ഷേ പോയ കാര്യമൊന്നും പകുതിയും ചെയ്തില്ല, പച്ചക്കറിയൊന്നും മേടിച്ചില്ല. എന്നാലും കുറച്ച് ഫ്രൂട്ട്സും കണിക്ക് വെക്കാനുള്ള സാധനമൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ വന്ന് എല്ലാ അടുക്കളയിലൊക്കെ വെച്ച്. ഞാൻ ആക്ച്വലി തളർന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്, കൂടെ ഇപ്പം മഴയുടെ ഇതൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഹ്യൂമിഡിറ്റിയോ അങ്ങനെയൊക്കെ. പിന്നെ കണിക്കൊന്നയൊക്കെ ഞാൻ ഇങ്ങനെ വാടാതിരിക്കാൻ വേണ്ടി വെള്ളത്തിലൊക്കെ മുക്കിയിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഹോളാണ്. വീടിനെ എത്ര വൃത്തികേടാക്കി ഇടാൻ പറ്റുമോ, 2 ചെറിയ ആൾക്കാരും കൂടെ വീട് മൊത്തം വൃത്തികേടാക്കിയിട്ടു. പിന്നെ വിഷുവൊക്കെ അല്ലേ, അങ്ങനെ വിചാരിച്ച് ഞാൻ ദൈവത്തിൻ്റെ സ്റ്റാൻഡും എല്ലാം ഞാൻ ഇരുന്ന് വൃത്തിയാക്കി. ഈ സാധനം ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തു. ഭയങ്കര, ഞാൻ വിഷുവിന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിഷുവിന് ഓർഡർ ചെയ്തത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ആക്ച്വലി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ ഡെക്കറേഷനും എല്ലാം ചെയ്യും. അവർക്ക് പൂജ, അവർക്കിങ്ങനെ എല്ലാ സെലിബ്രേഷനും അവർ ഭയങ്കര ഗ്രാൻഡായിട്ട് നടത്തും. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇത്തവണ ചെയ്യാൻ പോവാം, എന്തെങ്കിലുമൊക്കെ മാറ്റം ചെയ്യണമല്ലോ, പൂനെയിലല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു അതുപോലെ കുറേ വിളക്ക് പോലെയൊക്കെ ഉള്ളതൊക്കെ മേടിക്കാം. പിന്നെ ഞാൻ ഇന്നെൻ്റെ കൃഷ്ണനെ കവറിൽ നിന്ന് മോചിതനാക്കി, വിഷു ആയതുകൊണ്ട്. അങ്ങനെ കൃഷ്ണനെ പുറത്ത് കൊണ്ടുവരുന്നു. അങ്ങനത്തെ 2 മണിക്കൂറിൻ്റെ എൻ്റെ വിയർപ്പിൻ്റെ എൻ്റെ കഷ്ടപ്പാടിൻ്റെ സംഭവമാണ് നിങ്ങളിവിടെ കാണാൻ പോണത്. കുറേ ഇരുന്നും കിടന്നും തുടച്ചും എന്തൊക്കെയോ ഞാൻ ഈ വീടിനെ എന്തൊക്കെയോ ആക്കി എടുത്തു. അത് നിങ്ങൾക്ക് ഇത്തിരി മനസ്സിലാവുണ്ടാവുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ വിഷുക്കണി വെക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ കണ്ണാടി വെച്ചു, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കൃഷ്ണനെ വെച്ചു. പിന്നെ ഞാൻ ഒരു കുപ്പിയിൽ നിന്ന് അരി മൊത്തം ഒരു ബൗളിലേക്ക് കൊട്ടി തേങ്ങയിൽ കുറച്ച് ചില്ലറയും എല്ലാം എടുത്ത് വെച്ചു. ഈ തേങ്ങ ഞാൻ അരിയുടെ ഇതിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാനൊരു പ്ലേറ്റിൽ, എനിക്ക് ഇലയൊന്നും കിട്ടിയില്ല, പിന്നെ ഞാനുള്ള എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും പഴവും ഇതൊക്കെ വെച്ച് ഞാൻ കണി റെഡിയാക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇനിയൊരു ദൈവത്തിൻ്റെ ഫോട്ടോയും കൂടെ വെക്കാമെന്ന് പറഞ്ഞ് അതും ഞാൻ വെച്ച്. പിന്നെ മുണ്ടും പൈസ ചില്ലറ പിന്നെ സ്വർണത്തിൻ്റെ എന്തെങ്കിലും ഇതൊക്കെ വെച്ചു, മാല ഇതൊക്കെ വെച്ചു. പിന്നെ ഈ മുണ്ട് അത് ഞാൻ എങ്ങനെ വെക്കണം, ഇത് എങ്ങനെ ഇവിടെ സ്ഥലം ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് എന്തൊക്കെയോ ചെയ്യും. പിന്നെ ആ പുതിയ മീഷോന്ന് മേടിച്ച സാധനത്തിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്യാമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ അതിൽ കുറേ പൂവൊക്കെ വെച്ചു. ഇനി അതിൻ്റെ ചുറ്റുമുള്ള വിളക്കിന് തിരിയെല്ലാം ഞാൻ നാളെ രാവിലെ എണീറ്റിട്ടേ ഇടുള്ളൂ. പിന്നെ കൃഷ്ണൻ്റെ പുറകിലിരിക്കുന്ന ആ കസവ് അതെൻ്റെ കുറേ നേരത്തെ പ്രയത്നമാണ്. എത്ര നേരം ചെയ്തു എന്നറിയോ, അതൊന്നും ഒരു രൂപത്തിലാക്കാൻ. എന്നാലും ഞാൻ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തൊക്കെ ചെയ്ത് ഒപ്പിച്ചു. കുറച്ച് നേരം ഞാൻ പിന്നെയും കണിക്കൊന്നയൊക്കെ ആയിട്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഈ കുഞ്ഞ് കണി വയ്ക്കുന്ന വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.
it.